അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ ഓരോരുത്തരും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സുന്നി ഐക്യം എന്നുള്ളത്, അല്ലെ? ഓരോ സുന്നികളും, അത് സമസ്തയിലുള്ളവരാവട്ടെ ഏത് സമസ്തയിലുള്ളവരാവട്ടെ, എല്ലാ ആളുകളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് സുന്നികൾ ഐക്യപ്പെടണം എന്നുള്ളതാണ്. ഇവിടെ സുന്നി ഐക്യം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് കാലങ്ങൾക്ക് മുമ്പേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇവിടെ പറഞ്ഞു കൊടുത്തതാണ്. സുന്നി ഐക്യം എന്ന് പറയുമ്പോൾ സമസ്തകൾ സമസ്തകളായി നിലനിന്നുകൊണ്ട്, സമസ്തയുടെ കീഴിലുള്ള ഓരോ ഘടകങ്ങളും അതേ രൂപത്തിൽ നിലനിന്നുകൊണ്ട് സുന്നികൾ പരസ്പരം ഐക്യപ്പെടുക. അല്ലാതെ ഈ സമസ്തകൾ തമ്മിൽ ലയിച്ചുകൊണ്ടുള്ള ഒരു ലയനം അല്ല. രണ്ട് സമസ്തയും ഒന്നായിട്ട് ഒരു സമസ്ത, മറ്റുള്ള സംഘടനകളൊക്കെ ഒരുമിച്ച് കൂടി ഒരു സംഘടന, ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, അങ്ങനെയുള്ളതല്ല. ഇപ്പൊ ഏത് രൂപത്തിലാണോ പോകുന്നുള്ളത് അതേ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് ഈ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് സുന്നികൾ എല്ലാവരും ഒരുമിച്ച് പോവുക. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ ഒരു വിഭാഗം സമസ്തയുടെ 100ാം വാർഷികം കാസർഗോഡ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ 100ാം വാർഷികത്തിന് മുന്നെയാണ് ഇവിടെ സുന്നി ഐക്യം വരുന്നത് എങ്കിൽ ആ 100ാം വാർഷികത്തിലേക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വരുന്നു, 2 വാക്ക് നസീഹത്ത് പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ വരുന്നു, ഒരു ദുആ ചെയ്തു കൊടുക്കുന്നു. അതേപോലെ ഇനി AP വിഭാഗത്തിന്റെ സമസ്തയുടെ 100ാം വാർഷികം വരുന്നുണ്ട്, അതിലേക്ക് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പോകുന്നു, അവിടെ ഒരു ദുആ ചെയ്തു കൊടുക്കുന്നു. എന്ത് സുന്ദരമാണല്ലേ! അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടിയല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഇതിനുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് ഒരുപാടായി, എന്നാൽ അതൊന്നും എവിടെയും എത്തിയിട്ടില്ല. ആ സമയത്താണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങള് മറുവിഭാഗം സമസ്തയുടെ പ്രസിഡന്റായി വരുന്നത്. ആ സമയത്ത് ആളുകളൊക്കെ വളരെ പ്രതീക്ഷിച്ചു. കാരണം എന്താ? സയ്യിദുൽ ഉലമ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഒരു മനക്കരുത്തുള്ള ഒരു പണ്ഡിതനാണ്. ആരുടെയും ആശയങ്ങൾക്ക് വഴങ്ങാത്ത, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു പണ്ഡിതനാണ്. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു ഏതായാലും ഈ സുന്നി ഐക്യം യാഥാർത്ഥ്യത്തിലെത്തും. എന്നാൽ വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് പിന്നെ കാണാൻ കഴിഞ്ഞത്. അതായത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞ വാക്കല്ല പിന്നൊരു പ്രാവശ്യം പറയുന്നത്. അതെന്താണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു പത്രമാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു അഭിമുഖം, അതിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് സുന്നി ഐക്യം ഇവിടെ ഉണ്ടാകണമെങ്കിൽ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളും ആ വിട്ടുവീഴ്ചക്ക് തയ്യാറാണോ എന്ന്. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അത് ഒരു വിഭാഗം മാത്രമല്ലല്ലോ, ഞങ്ങളും വിട്ടുവീഴ്ചക്ക് തയ്യാറാണ്. രണ്ടുപേരും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാലേ ഐക്യം ഇവിടെ സാധ്യമാവുകയുള്ളൂ. അപ്പൊ 2 വിഭാഗവും ഇവിടെ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ്. എന്നാൽ അതേ സയ്യിദ് അവർകൾ മിനിഞ്ഞാന്ന് 100ാം വാർഷികത്തിൽ എന്താ പറഞ്ഞത്? പിരിഞ്ഞുപോയ സംഘടനകളൊക്കെ മാതൃസമസ്തയിലേക്ക്, മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണം. അവിടെ ഒരു വിട്ടുവീഴ്ചയുമില്ല, ഒരു ചർച്ചയുമില്ല, ഒറ്റടിക്ക് അങ്ങനെ പറയാണ്. എന്താ? പിരിഞ്ഞുപോയ ആളുകളൊക്കെ, പിരിഞ്ഞുപോയ സംഘടനകളൊക്കെ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണം. ഇത് 2 പ്രാവശ്യവും പറഞ്ഞത് വൈരുദ്ധ്യമല്ലേ? ഇത് ഞാൻ പറയുന്നതല്ല, നമുക്ക് ഏതായാലും ഒന്ന് കേട്ടു നോക്കാം. ചിലപ്പോ ചെയ്യേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ആ നിലക്ക് നമ്മളതിന് തയ്യാറാണെന്നാണ് അത് എപ്പോഴും പറയുന്നതാണ്. ഐക്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഐക്യം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഈ ഐക്യത്തിന് കോടാലി വെക്കുക എന്നുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവണത സമസ്തകളുടെ ജമിയത്തുലമയിൽ ഒരിക്കലും ഉണ്ടാവൂല. അത് ചെയ്യാം, അത് അങ്ങനെ ഐക്യം ഉണ്ടാവുള്ളൂ. ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമാവുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവും. തങ്ങൾ എന്താ പറഞ്ഞത്? വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് അവര്, നിങ്ങളും വിട്ടുവീഴ്ചക്ക് തയ്യാറാണ്? അതൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ചെയ്യും, വിട്ടുവീഴ്ച ചെയ്യും എന്നാ പറയുന്നത്. എന്നിട്ടോ മിനിഞ്ഞാന്ന് പറഞ്ഞത് എന്താ? പിരിഞ്ഞുപോയ ആളുകളൊക്കെ, സംഘടനകളൊക്കെ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണമെന്ന്. വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം. തമാശ ആക്കിക്കൊണ്ടുള്ള ഒരു ചിരിയും. സംഘടനകളും
അവര് സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മാതൃ സംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം. എന്താ പറഞ്ഞ ഗർവാപ്പസ് പോയ ആളുകളൊക്കെ നമ്മളേക്ക് തിരിച്ചു വരിക. അവിടെ ചർച്ചയില്ല, അവിടെ വിട്ടുവീഴ്ചയില്ല, ഒന്നുമില്ല. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, തങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? തങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? അല്ലെങ്കിൽ തങ്ങളെ ആരാണ് ഭയപ്പെടുത്തുന്നത്? ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം, എന്തെങ്കിലും ഒരു സമ്മർദ്ദമില്ലാതെ തങ്ങൾ ഇതുപോലെ പറയുമോ? ഒരു സമയത്ത് എല്ലാ കാര്യത്തിനും വിട്ടുവീഴ്ച ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടെ സുന്നി ഐക്യം കാണണം എന്ന് വളരെ ആഗ്രഹിച്ച തങ്ങള് ഇവിടെ എത്തുമ്പോ നേരെ ആള് മാറി എന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ തങ്ങൾ അതുപോലെ ചെയ്യുമോ? കാരണം തങ്ങളാണ്, പണ്ഡിതനാണ്. അപ്പൊ എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടായത്? നമുക്കറിയില്ല. തങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അതും അറിയില്ല. ഇവിടെ സുന്നികൾ ഒരിക്കലും ഐക്യപ്പെടാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകും. കാരണം എന്താ? സുന്നികൾ ഐക്യപ്പെട്ടാൽ ചില ആളുകളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അവരുടെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താ? സുന്നികളൊക്കെ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ പോവുകയാണെങ്കിൽ അവരുടെ ആശയങ്ങൾ തള്ളിക്കയറ്റാൻ കഴിയില്ല. അങ്ങനെ സുന്നികൾ ഒരിക്കലും ഐക്യപ്പെടാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ വല്ല കുതന്ത്രങ്ങളുമാണോ, അവരുടെ വല്ല പദ്ധതികളുമാണോ തങ്ങൾ ഇതുപോലെ പറയാൻ കാരണം? എനിക്കറിയില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നികളെ എത്രയും പെട്ടെന്ന് ഐക്യത്തിലാക്കി തെരുമാറാവട്ടെ. കാരണം രണ്ട് സമസ്തയിലുള്ളതും പണ്ഡിതന്മാരും സയ്യിദുമാരുമാണ്. ഞാൻ പറയാറുണ്ട്, ഞാൻ ഒരിക്കലും ഒരു പണ്ഡിതനെ കുറിച്ചും കുറ്റം പറയാറില്ല, ഏത് സമസ്തയിലുള്ള പണ്ഡിതന്മാരായാലും. കാരണം ഞങ്ങളെ ഉസ്താദ് പഠിപ്പിച്ചത് അതുപോലെയാണ്. ഇപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സമസ്ത 100ാം വാർഷികം ആഘോഷിക്കാൻ യഥാർത്ഥ അവകാശികൾ ആരാണ് എന്ന് പറഞ്ഞിട്ട്. അതിന് താഴെ ഒരുപാട് ആളുകൾ തെറി കമന്റ് ഇട്ടിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ നീക്കം ചെയ്തിട്ടുണ്ട്, ചില ആളുകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. എല്ലാ കമന്റിനും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, ഒന്നും ഞാൻ മറുപടി കൊടുക്കാതെ വിട്ടിട്ടില്ല. എന്നാൽ മറുപടി കൊടുത്തത് എന്റെ രൂപത്തിലാണ്. എന്നോട് ഇങ്ങോട്ട് തെറി വിളിച്ച ആളെ അതുപോലെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. കാരണം അത് എന്റെ ഉസ്താദുമാർ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നമ്മുടെ സുന്നികളൊക്കെ ഐക്യത്തിലാക്കി തെരുമാറാവട്ടെ. എല്ലാ പണ്ഡിതന്മാർക്കും സയ്യിദുമാർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.